വയനാട് തുരങ്കപാതയ്ക്കുള്ള ഹൈക്കോടതി അനുമതിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഹർജിക്കാർക്ക് വേണമെങ്കിൽ ഹരിത ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും സുപ്രീം കോടതി. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതി അനുമതി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, എന്താണ് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ് വിഷയത്തിൽ? വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അതായത് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയുള്ള ഹൈക്കോടതി വിധി ആനക്കാംപൊയിൽ, കല്ലാടി, മേപ്പാടി തുരങ്കപാതയ്ക്കെതിരെ പരിസ്ഥിതി ലോല വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിന്റെ സാധ്യതകൾ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയത്. പക്ഷേ ഇതിനെ സുപ്രീം കോടതി ഇപ്പോൾ ഹൈക്കോടതി അനുമതിയിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഹൈക്കോടതി തന്നെ ഈ പദ്ധതിക്കെതിരെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഹരിത സമിതി ട്രിബ്യൂണലിനെ സമീപിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, തുരങ്കപാത ദേശീയ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ്. ഈ മേഖലയിലെ ഒരു ജീവരേഖ കൂടിയാണ് ഈ പാത എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും തുരങ്കങ്ങൾ നിർമ്മിക്കാറുണ്ട്. അത് വന്യജീവികളെ തടയുന്നതിനു വേണ്ടിയൊന്നുമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പറയുന്നു. മാത്രമല്ല 58 നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു പദ്ധതിയും ഒരു മാനേജ്മെന്റ് പദ്ധതിയും ഇതിനോടൊപ്പം തന്നെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തൽക്കാലം ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഈ സമിതി നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തിട്ടുണ്ട്.